രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എ സലാം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായേക്കും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടർന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനാണ് നീക്കം. എന്നാൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സീറ്റ് ആവശ്യത്തിൽ യൂത്ത് ലീഗ് നിലപാട് കടുപ്പിച്ചതും ലീഗിന് തലവേദനയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ, കുഞ്ഞാലിക്കുട്ടി ഇല്ലെങ്കിൽ എ സലാം എന്ന് തന്നെയല്ലേ അതിൻ്റെ അങ്ങനെയല്ലേ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്? നികേഷ്, എ സലാമിന്റെ പേരിലേക്ക് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ ചർച്ചകളൊക്കെ തന്നെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വലിയൊരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് എ സലാം നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എ സലാം രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ പോകുന്നതിനെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എതിർക്കുന്നവരടക്കം മറുവിഭാഗം എതിർക്കുന്നില്ല. പക്ഷേ അവർക്കൊന്നും തന്നെ രാജ്യസഭയിലേക്ക് എ സലാം പോവുകയാണെങ്കിൽ അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുകൂടി മാറിയിട്ടാവണം MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജ്യസഭയുടെ സ്ഥാനാർത്ഥിയെ പോകേണ്ടത് എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതിന് പകരമായിക്കൊണ്ട് എ സലാമിന് പകരമായിക്കൊണ്ട് KM ഷാജി അടക്കമുള്ള ചില ആളുകളൊക്കെ തന്നെ സെക്രട്ടറി സ്ഥാനം താല്പര്യം പ്രകടിപ്പിക്കുകയും പരസ്യമായി താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ MK അല്ലെങ്കിൽ KM ഷാജി അടക്കമുള്ള മറ്റൊരു നേതാവിനെ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചതിന് ശേഷം എ സലാമിനെ ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് അയക്കണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഉയർന്നത്. പക്ഷേ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് രാജ്യസഭയിലേക്ക് പോകാനുള്ള താല്പര്യം എ സലാമിനുമില്ല. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾക്കും എ സലാമിനെ സെക്രട്ടറിയിൽ നിന്ന് മാറ്റുന്നതിന് ഒരു നിലപാട് യോജിക്കുന്നില്ല. കാരണം അധികാരം ഇപ്പോൾ നിലവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ലീഗിലെ തന്നെ ഒരു അധികാര കേന്ദ്രീകരണമുണ്ട്. ആ കേന്ദ്രീകരണത്തിന് മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് മുസ്ലിം ലീഗ് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് യൂത്ത് ലീഗിന്റെ നിലപാടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ യുവതലമുറയ്ക്ക് ഒരു പ്രാതിനിധ്യം വേണം, ഒരു അവസരം യുവാക്കൾക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ നേരിൽ കണ്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് തങ്ങളും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. യൂത്ത് ലീഗ് അവരുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ PK ഫിറോസ്, ഫൈസൽ ബാബു എന്നീ രണ്ട് പേരുകളിലേക്കാണ് യൂത്ത് ലീഗ് നേതൃത്വം തങ്ങളുടെ നോമിനികളായിക്കൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർക്ക് PK ഫിറോസിന്റെ എന്ന പേരിലേക്കാണ് കൂടുതൽ താല്പര്യം. ആ ഒരു പ്രശ്നം കൂടി, അതായത് യൂത്ത് ലീഗ് ഉന്നയിക്കുന്ന അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും ലീഗ് നേതൃത്വത്തിന് ഒരു പ്രതിസന്ധി തന്നെയാണ്. ഈ രണ്ട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് വേണം മുസ്ലിം ലീഗിന് രാജ്യസഭയിൽ കാര്യം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെത്താൻ. സ്വാഭാവികമായും എ സലാം അല്ലെങ്കിൽ PK ഫിറോസ് എന്നീ പേരുകളിലേക്ക്, കൂടുതൽ ഫൈസൽ ബാബു എന്നൊരു പേരുകളിലേക്ക് തന്നെ ഈ രാജ്യസഭ സ്ഥാനാർത്ഥിത്വം ചുരുങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സ്വാദിഖ് തങ്ങൾ നടത്തിയൊരു പരാമർശം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു യുവാക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പുതുമുഖത്തിന് അവസരം നൽകുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ നൽകിയ മറുപടി. PK ഫിറോസ് ആണെങ്കിലും ഫൈസൽ ബാബു ആണെങ്കിലും ഇനി എ സലാം ആണെങ്കിലും മൂന്ന് പേരും രാജ്യസഭയിലേക്ക് ഒരു പുതുമുഖം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഉത്തരത്തിന്റെ ഒരു കൗശലവും. സ്വാഭാവികമായും അത് ആരിലേക്ക്, അത് യുവപ്രാതിനിധ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പുതുമുഖമാകുമോ അതോ വെറും പുതുമുഖം മാത്രമായിരിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ള ചോദ്യം. എന്തായാലും എ സലാമിലേക്ക് തന്നെ ചർച്ചയിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഈ ജനറൽ സെക്രട്ടറി പോസ്റ്റുമായി ബന്ധപ്പെട്ട ആ സ്ഥാനത്തേക്ക് അത് തുടർന്നുകൊണ്ട് എ സലാമിനെ സ്ഥാനാർത്ഥിയാക്കുമോ അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ ലീഗിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നികേഷ്. ഓക്കെ, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. എ സലാമിൻ്റെ പേരിലാണ് മുൻതൂക്കം. പക്ഷെ 4-ാം തീയതി കഴിഞ്ഞാൽ എന്താണ് മാറ്റങ്ങൾ വരിക എന്ന് പറയാനുമാകില്ല. കാരണം മറ്റൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് 4-ാം തീയതി സൃഷ്ടിക്കുക. ദേശീയ തലത്തിൽ ഇന്ത്യ ബ്ലോക്കാണ് എങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ചർച്ചകൾ ലീഗിൽ വേണ്ടിവരും എന്ന കാര്യത്തിലും തർക്കമില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ 4-ാം തീയതി ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ സ്വാഭാവികമായും എ സലാമിലേക്ക് കാര്യങ്ങളെത്തും.